നീ ആരാണ് നോക്കണത്? എടേ ഞാൻ ഹൗസ് ഓണർ അത് വരും പറയാൻ പറ്റില്ലേ. മിക്കവാറും അങ്ങനെ താഴെ കൂടെ ഇറങ്ങി അങ്ങ് വീട്ടിൽ വന്നാണ് ചിലപ്പോ. ആ ഈ 3 മാസമൊക്കെ വാടക കൊടുത്തില്ലെന്ന് പറഞ്ഞാണ്ടല്ലേ 1 മാസം 7,000 രൂപയുടെ. എത്ര പ്രാവശ്യം പറഞ്ഞാ 7,000 പിന്നെ ജോയിൻ എന്താ? എന്റെ അമ്മ ഈ വാടക കൊടുക്കാൻ എങ്ങനെ ഇറങ്ങുമോ? നീ കിടന്ന് ഉറങ്ങണത്. ഓ ഭയങ്കര ഉറക്കം തന്നെ. ഇന്നലെ ഇവിടെ കിടന്നാ ഭയങ്കര കൂർക്കം വരും. നീലും എങ്ങനെയാണ് സഹിക്കുന്നത്? ഞാൻ ഇപ്പഴത്തെ സോഫയിൽ കിടക്കണം. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. ആ വാടാ വരേ. ഈ പുഷ്പലത ഈ വാടക ഇനത്തില് പൈസ നയിച്ചേ പലതാ വാടക നീ വാളിയാ. അല്ല ഈ ഹൗസ് ഓണർ എത്തണ്ടേ അത്രയ്ക്ക് ഭീകരമാണ്. എടേ ഭയങ്കര കലിപ്പ്. എന്റെ ഹൗസ് ഓണറെ വെച്ച് നോക്കിയാൽ നിന്റെ ഹൗസ് ഓണർ ദൈവം. വാടക കൃത്യമായിട്ട് കൊടുത്താൽ ഏത് ഹൗസ് ഓണർ ദൈവം തന്നെ. ഡേയ് എന്റെ ഹൗസ് ഓണർക്ക് നിന്നെ അറിഞ്ഞൂടാ, നമ്മൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞൂടാ. അതുകൊണ്ട് പൈസ കൊടുക്കണവരാ ഞാൻ പതുക്കെ ഇവിടെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കാം. ബാ. അല്ല നീ ഹൗസ് ഓണർ നമ്പർ തന്നെ ഉണ്ടോ? വല്ലപ്പോഴൊക്കെ വിളിക്കാല്ലേ? ആവശ്യം വരും. ആവശ്യം വരും. എന്തുണ്ടായി? പെട്ടെന്ന് ഇറങ്ങി വിളിക്കാല്ലേ? പെട്ടെന്ന് പറ. നിനക്കെന്തൊരു അത്യാവശ്യം അയാളെ വിളിക്കാൻ? എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ടാടാ ഞാൻ ശല്യാണ്ട് പൊക്കിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്യണടാ. അങ്ങനെയൊന്നുമില്ല. പടാ ഓടാ കള്ളയച്ചു അങ്ങോട്ട്. കള്ളായി ഫോൺ നമ്പർ ഉടനെ വേണം. ആഹാ വന്നാ. ഞാൻ വിചാരിച്ചു രണ്ടുപേരോട് മുങ്ങി കാണും. നമ്മള് ആരെ പേടിച്ച് എവിടെ മുങ്ങ അല്ലേ അളിയാ? ആരെ പേടിച്ച് എവിടെ മുങ്ങ? ഇവിടെ റോഡിലില്ലേ, റോഡിന്റെ മറ്റേ മുറുകാങ്കട ഉണ്ടല്ലേ, അതിന്റെ ബയല് കളന പോലെ ഒളിച്ചിരിക്കണ ഞാൻ നോക്കിയപ്പോ. അത് മാത്രമല്ല മാർക്കറ്റിൽ വന്നപ്പോഴും അത് തന്നെ. ഇങ്ങനെ നിൽക്കും, തിരിഞ്ഞൊക്കെ പോലെ കാണാനില്ല. ദൂരെ നോക്കണം. ഒളിച്ചൊളിച്ചാണ് ജീവിക്കുന്നത്. പേടിച്ച് ആരെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്? ഞാൻ പേടിച്ചിട്ട് വേറെ ആളെ കണ്ടു മാറിയിരുന്നത്. നീ മീൻ വെട്ടി വാങ്ങിച്ച് കപ്പയും വാങ്ങിച്ചിട്ടുണ്ട്. പെട്ടെന്നാവട്ട് നന്നായിട്ട് പോയി. നീനുവിന്റെ കയ്യിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് കുറെ കാലമായി. ഇനിയിപ്പോ രാത്രി എന്ത് ചെയ്യാ കഴിക്കാൻ? അത് രാത്രി കാര്യമില്ലേ, അത് പിന്നെ നോക്കാം. ഒരു നേരത്തെ ഭക്ഷണമല്ലേ. നീലു പെട്ടെന്നാവട്ട്. എന്നാലും ഞാൻ ആലോചിക്കുന്നതല്ല വാസേണ, ഈ പുഷ്പലത ഇത്രയും കാലം കറക്റ്റ് ആയിട്ട് പൈസ അയക്കില്ലായിരുന്നോ? വാടക പൈസയും ചെലവിനുള്ളതൊക്കെ. പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി 3 മാസം വാടക അയക്കാഞ്ഞത്? അത് ഈ ആഗോള തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ അമ്മ ഒരു കാര്യം ചെയ്യാമേ, പുഷ്പലത ആന്റീനെ വിളിക്ക്. എന്നിട്ട് അങ്ങളുടെ പൈസ റെന്റ് അടിക്കുള്ള പൈസ അയക്കാൻ പറ. നീ വിളി പുഷ്പലത വിളിച്ച് പറ. അവന് ബുദ്ധിക്ക് മാന്തിന്ന് പറ. ബുദ്ധിക്ക് മാന്തിയൊന്നല്ല പറഞ്ഞേ, സാമ്പത്തിക മാന്തിയൊന്ന്. എല്ലാം വന്നി തന്നെ, അവനെല്ലാം വന്നി തന്നെ. നീ ആവശ്യമില്ലാതെ വിളിക്കാൻ ചെയ്യല്ലേട്ടാ. വിളിക്കേണ്ടായിരുന്നില്ല. പെട്ടെന്നാവട്ട് പോയി ഉണ്ടാക്കാൻ നോക്കും. എന്ത് വിളിച്ചാൽ കുഴപ്പമെന്ത്? വിളി. ഇതുപോലെ ജോലിയിലെ ദണ്ഡിച്ചിട്ട് ഭർത്താക്കന്മാരെ കാര്യങ്ങളെല്ലാം ഭാര്യമാരെ അറിയണം. അതുകൊണ്ട് വിളിച്ച് പുഷ്പലത വിളിച്ച് കാര്യങ്ങൾ പറ. അത് തന്നെ വിളിയമ്മ. അമ്മ വിളിച്ച ആന്റി പൈസ ഇടും. വിളിക്കമ്മ. എന്താണ് ഇത് വിളിന്ന് പറഞ്ഞോണ്ട്? ഈ വാടകയുടെ പേരും പറഞ്ഞ് ഞാനും അവിടെ തമ്മിലുള്ള ബന്ധം നീയൊക്കെ പിരിപ്പിക്കോ? ബാസേണ, പുഷ്പലത ബാസേണിന് പൈസ അയച്ചു തന്നില്ലേ? പുഷ്പലത ബാസേണിന് പൈസ അയച്ചു തന്നില്ലേ? അയച്ചു തന്നു. 3 മാസത്തെ പൈസ അയച്ചെന്താടാ? ഞങ്ങളെ പൈസയൊക്കെ എന്ത് ചെയ്ത്? ചെലവായിപ്പോയി. ചെലവായിപ്പോയി. എടാ നിനക്ക് 3 മാസത്തെ വാടക പൈസ തന്നെ നിനക്ക് ജീവിക്കാനും പൈസ അയച്ചു തന്നില്ലടാ. അത് ഞാൻ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ തന്നില്ല. ഞാൻ വിചാരിച്ച ബഡ്ജറ്റ് ചെയ്യുന്നില്ല. കയ്യിൽ നിന്ന് വഴുതിപ്പോയി ബഡ്ജറ്റ്. കൈക്ക് അത് ഇത്ര ചെലവെന്ന് നിനക്ക്? വേറെ ഒന്നുമല്ല നീലു, ഈ തിരുവല്ലായിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവളെ ബന്ധു തന്നെ. അപ്പോൾ അവിടെ ചെന്ന് അവരെ ബന്ധുക്കളെ കളിക്കുക, നമ്മൾ കുറയ്ക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആ വാടക പൈസ ആ പ്രാവശ്യത്തെ 7,000 രൂപ അവിടെ തിന്ന്. പിന്നെ അതിനിടയ്ക്ക് അമ്മ വിളിച്ച് പ്രാവശ്യമ്പലത്തിന് അമ്മയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവർക്കാണെങ്കിൽ വയ്യ പാവം. പിന്നെ മരുന്ന് വയ്ക്കാനുള്ള പൈസ കൊടുത്ത് അങ്ങനെ ആ മാസം 2 മാസം പൈസ അങ്ങനെയാണ് തീർന്നത്. മൂന്നാമത്തെ വാടക പൈസ എടാ അത് എങ്ങനെ തീർന്നു? എത്ര ആലോചന നീലു. ബാലൊന്നും മിണ്ടായിരു ബാലു. അത് നാവത് ഘട്ടത്തിൽ കൈവിടാൻ പാടില്ല. ഇതിപ്പോ എന്ത് ചെയ്യും? അത് പിന്നെ കുടമ്പുള്ളി ഇട്ട് വെച്ചാൽ ഇതല്ല മങ്ങളുടെ കാര്യം എന്ത് ചെയ്യൂന്ന്? അത് വാക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാം. വാ ഞാൻ കൊണ്ട് ഇറങ്ങട്ടാ. ഇവിടെ പോയിട്ട് വരട്ടെ. അവ അവിടെ ഉണ്ടാകുന്ന നോക്കട്ടെ. പോകുമ്പോ നോക്കിക്കൊണ്ട് പോ, അവിടെ എവിടെയും കാണും. എടാ പ്രകൃതി നമുക്ക് പൊന്തക്കാട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? കയറി അഡ്ജസ്റ്റ് വിളിച്ചിരിക്കും. പോയിട്ടാ പെട്ടെന്ന് ആവട്ടെ തരൂ. അയ്യോ കഷ്ടം തന്നെ. നോക്കളെ എന്തേ അങ്ങോട്ട് നോക്കിയച്ചാ തന്നെ കല്ലെടുത്ത് കയറ്റി കൊടു. തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് ആളറിയാ ഇറച്ചെന്ന് പറയാം. ഇത് തുണി എടുത്തോണ്ട് പോലെ അങ്ങനെ കയറി വന്നത്. ആരടാ ഓണർ കയറി വന്നത്? ഞാൻ അറിയാം. പുറകെ കൂടെ എടുത്ത് ചാടി ഓടി നേരെ അമ്മച്ചിയുടെ വന്ന് അവിടുന്ന് ഒരു ചായം കുടിച്ചോണ്ടപ്പോ കാലം പിന്നെ മറന്നു. പിന്നെ അവിടുന്ന് ഉണ്ടട്ടിലേക്ക് വന്നത്. ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് പോവുകയും ചെയ്തു. നന്നായി. എടാ നീയേ മറ്റുള്ളവരെ പറ്റിച്ചേ ഒളിച്ചടന്നില്ലേ? ഇപ്പഴാണ് ഈ ഒളിച്ചട പിന്നെ ചൂടാണ് ഞാൻ മനസ്സിലായത്. ഈ തുണി എന്ത് ചെയ്യാൻ കവേ പോണോ? എവിടെ ഇട്ട്? ഇവിടെ ഇട്ടാ ബാക്കി ഇട്ട് എഴുപാടായി.
സോപ്പുണ്ടോ അവിടെ? സ്വാപ്പ് ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. ആ. ശരി എടാ ക്യാഷു, ആ മകളെ വെച്ച് വെള്ളോട്. വെള്ളോ? അല്ല അപ്പൊ ഇനി അടിയും നനയും കുളിയും മൊത്തം ഇവിടെ തന്നെ. ഇവിടെ മാറി ഇത്. ക്യാഷു വെള്ളം എടുത്തോ. ഓ അയ്യോ 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 ചബി. എന്താടാ? അയ്യോ പരിഹസിച്ചിരിക്കണ. വാസേണ ഇതിപ്പത്തി ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ വേണം എവിടെ വേണം എത്തും. അങ്ങള് തുണിയൊക്കെ അലക്കുമല്ലേ? ഓ നീ വല്ലപ്പോഴും കുളിക്കുമ്പോൾ ഞാൻ വല്ലപ്പോഴും തുണി അലക്കും. അവസ്ഥ മോശമാണെങ്കിലും കോമഡിക്ക് ഒരു കുറവില്ലല്ലോ അങ്ങളെ. പിടിച്ച് നിൽക്കണ്ടേ മക്കളെ? തുണിക്ക് എടുക്കും. മിക്കവാറും കീറിയ തുണിയിട്ടുണ്ടോ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട വരും. അങ്ങനെ നടക്കേണ്ടി വരൂല. എന്റെ പെങ്ങളും മക്കളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അലഞ്ഞു തിരിയൂല. വാസങ്ങളെ ഓ ഇവിടെ നിൽക്കണ. ഓ എവിടെ വേണം നിൽക്കൂടെ? ഞാൻ ഫ്രണ്ടിൽ മൊത്തം തപ്പി. ഞാനേ കുറെ വെള്ളം കുടിക്കും. ഡേയ് ആര് എപ്പ വീട്ടിനകത്താവും ആര് പുറത്താവും ആർക്കും പറയാൻ പറ്റൂലേ അളിയാ. കണ്ടാ കിടക്ക ഇടവും വസ്ത്രവും ഒക്കെ കൊടുത്ത് ആരും കൊടുത്തു. എന്നിട്ട് എന്നെ ബ്രാഹ്മണമായി. നീ വസ്ത്രം എപ്പോഴാ തന്നത്? എപ്പ തന്നു വസ്ത്രം? ലച്ചുവേ ഇവരെ വർത്താനം കേട്ടിട്ടുണ്ടാലേ അടുക്കളയിലെ പണിയൊന്നും നടക്കില്ല. വാ. ഏയ് പെട്ടെന്ന് നനച്ച് വിളിച്ച് തുണി എടുത്തോ പടാ. എല്ലാരും പോണാളേ. എന്ത് ഡേയ് അത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറി കിട്ടാൻ നിങ്ങളെല്ലാവരും കൂടെ മനസ്സ് വെച്ചാൽ നടക്കും. ഡേയ് ഞാൻ പറഞ്ഞ അർത്ഥം നിനക്ക് മനസ്സിലാവണ്ട? ഇല്ല മനസ്സിലാവണ. എനിക്ക് മനസ്സിലായില്ല. അച്ചു മനസ്സിലായത്? ഫോണുള്ള ഫോൺ വെച്ചിരിക്കണ. ഓ അത് ഞാൻ പറഞ്ഞുതരാം. കേശു എന്തോ കേശു ഫോൺ തൊണ അങ്ങച്ചാ. കടവൻ കേശു